മലബാറിൻ്റെ പ്രശ്നങ്ങളെ ഇനിയും കണക്കുകൾ വെച്ച് നിങ്ങളോട് സമർത്ഥിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഇന്ന് രാവിലെ മുതൽ ധാരാളം കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതല്ലാതെ തന്നെയും ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 വർഷമായി SIO നിരന്തരമായ പ്രക്ഷോഭത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ആ സ്വഭാവത്തിലുള്ള കണക്കുകൾ ഇനിയും അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മടുപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മലബാറിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക്, ഇവിടെയും അത് ധാരാളം ഉപയോഗിക്കപ്പെട്ടു, മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എന്നുള്ളതാണ്. ആ പ്രയോഗം തന്നെ വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രയോഗമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നോക്കാവസ്ഥയല്ല മലബാർ അനുഭവിക്കുന്നത്, മറിച്ച് വിവേചന ഭീകരതയാണ്, കടുത്ത വിവേചനമാണ് മലബാർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ജനസമൂഹം പിന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ സാധാരണ അങ്ങനെ പറയുക. അങ്ങനെയല്ല. മലബാറിലെ ജനങ്ങൾ എല്ലാവിധ വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും അധിനിവേശങ്ങളെയും നേരിട്ടുകൊണ്ട്, നെഞ്ചു വിരിച്ച് നേരിട്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനുള്ള കരുത്ത് പ്രകടിപ്പിച്ചവരാണ് ചരിത്രത്തിലെങ്ങും. അത് പോർച്ചുഗീസ് കാലം മുതൽ EMS കാലവും നായനാർ കാലവും കരുണാകര കാലവും സർവ്വകാലത്തും ഈ നെഞ്ചുറപ്പ് കാണിച്ച, മുന്നോക്കമാക്കുവാനുള്ള കെൽപ്പ് കാണിച്ച ഒരു സമൂഹമാണ് മലബാറിലുള്ളവർ. അവരെ വളരെ സിസ്റ്റമാറ്റിക് ഡിസ്ക്രിമിനേഷൻ, വ്യവസ്ഥാപിത വിവേചനത്തിലൂടെ പിന്നോട്ട് തള്ളുവാനുള്ള പ്രവണതയാണ് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും, കടന്നു വന്ന സർവ്വ ഭരണകൂടങ്ങളും, അത് പോർച്ചുഗീസ് ഭരണകൂടമാണെങ്കിലും പിന്നീട് വന്ന ബ്രിട്ടീഷ് ഭരണകൂടമാണെങ്കിലും അതിനുശേഷം മാറി മാറി വന്ന കേരളത്തിലെ മുന്നണി ഭരണകൂടങ്ങളാണെങ്കിലും അവരെല്ലാവരും ഈ വളരെ കൃത്യമായ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ എന്റർപ്രൈസിന്റെ, ഈ സംരംഭകത്തിന്റെ ഭാഗമായിരുന്നു. മലബാറിനോട് വിവേചനമാണ് കാണിച്ചിരിക്കുന്നത്. വിവേചന ഭീകരതയുടെ ഇരയാണ് മലബാർ എന്ന ഭൂപ്രദേശവും മലബാറിലെ ജനതയും. ഈ വിവേചനത്തെ മറികടക്കുവാനുള്ള ഉപായങ്ങൾ, ശ്രമങ്ങൾ മലബാറിലെ ജനങ്ങൾ, അതിനുള്ള നിശ്ചയദാർഢ്യം മലബാറിലെ ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് പോർച്ചുഗീസ് കാലത്ത് കാണിച്ചത് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, ബ്രിട്ടീഷ് കാലത്ത് കാണിച്ചത് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മുന്നണി ഭരണകൂടങ്ങളുടെ കാലത്ത് മലബാറിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ മലബാറിൽ ഇന്ന് കാണുന്ന ഒരു സാമ്പത്തികവും അല്ലെങ്കിൽ വികസനപരവുമായ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. അതും ഈ വിവേചനത്തിനെതിരെ മലബാർ ജനത കാണിച്ച കടുത്ത നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ്. അതായത് മലബാറിൽ ഇന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വികസനം ഉണ്ടെങ്കിൽ അത് കേരള ഭരണകൂടത്തിന്റെ ഔദാര്യത്തിന്റെയും വികസന പദ്ധതികളുടെയും ഫലമായി ഉണ്ടായതല്ല, മറിച്ച് മലബാറിലെ ജനങ്ങൾ അവർ ചോര നീരാക്കി മണലാരണ്യത്തിൽ പോയി, അറേബ്യയിൽ പോയി അധ്വാനിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് ഇന്ന് മലബാറിൽ കാണുന്ന വികസനത്തിന്റെ നല്ലൊരു പങ്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലബാറുമായി ബന്ധപ്പെട്ട് ഇതേ ടൗൺ ഹാളിൽ മുമ്പ് നടന്നൊരു ചർച്ചയിൽ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ലോകത്ത് തന്നെ മറ്റൊരു പ്രദേശത്തും കാണാത്ത അങ്ങേയറ്റം വളരെ അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യം മലബാറിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തിന്റെ അതിന്റെ ഏറ്റവും ഊർജം പകരേണ്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം കുടുംബങ്ങളിൽ നകന്ന്, നാട്ടുബന്ധങ്ങളിൽ നകന്ന്, കൂട്ടുബന്ധങ്ങളിൽ നകന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഒരു കാലാവസ്ഥയിൽ, ഒരു തൊഴിൽ സാഹചര്യത്തിൽ മല്ലിട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരവസ്ഥ, അത് ഒരുപക്ഷെ ലോകത്ത് തന്നെ അതിന്റെ അനുപാതം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്നത് മലബാറിലെ ജനങ്ങളായിരിക്കും. അതായത് ഖലീഫ ഉമർ പറഞ്ഞിട്ടുണ്ട്, 4 മാസത്തിൽ കൂടുതൽ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കരുത്, പുരുഷന്മാർ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വർഷങ്ങളോളം കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, നാട്ടുബന്ധങ്ങളിൽ നിന്ന്, അവരുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറി വളരെ വ്യത്യസ്തമായൊരു തൊഴിൽ സാഹചര്യത്തോടും ഒരു പരിസ്ഥിതിയോടും മല്ലിട്ടുകൊണ്ടാണ് മലബാറിന്റെ ചെറുപ്പം, മലബാറിന്റെ യൗവനം അതിൽ നല്ലൊരു പങ്ക്
ഇന്ന് അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള അപ്പം നേടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ പെടാപ്പാടാണ് യഥാർത്ഥത്തിൽ മലബാറിന് ഇന്ന് കാണുന്ന വികസനത്തിന്റെ നല്ലൊരു പങ്കും സമ്മാനിച്ചത്. ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള കേരള ഭരണകൂടത്തിന് അതിലുള്ള പങ്ക് വളരെ വളരെ ചെറുതാണ് എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ പോർച്ചുഗീസ് ഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും അധിനിവേശത്തിനെതിരെ കാണിച്ച ചങ്കുറപ്പിന്റെ അതേ ചങ്കുറപ്പും അതേ നിശ്ചയദാർഢ്യവും മലബാറിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് അതിജീവിക്കാൻ പറ്റിയത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിജയൻ മാഷ് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞ വലിയൊരു സത്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയണം, കവിത പറയാൻ പറ്റില്ല എന്നാണ്. തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയണം. ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് പേടി, ഇത് വിഘടനവാദമാകുമോ അല്ലെങ്കിൽ വിഭാഗീയവാദമാകുമോ, ഇങ്ങനെ ഒരുപാട് ഈ പത്രക്കാർ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. ഞാൻ പറയുന്നു, വിഘടനവാദം പറയേണ്ടടുത്ത് വിഘടനവാദം തന്നെ പറയണം. വിഘടനവാദം എന്ന് പറയുന്നത് അത്ര മോശമായ അശ്ലീലമായൊരു കാര്യമൊന്നുമില്ല. പണ്ട് ചില ആളുകൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, ചില സവർണ സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. വിഘടനവാദം എന്നുള്ളത് ഇന്ന് വിമോചനാശയമായി കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വിഘടനവാദത്തിലൂടെയാണ് വിമോചനം ഉണ്ടാവുകയെങ്കിൽ വിഘടനവാദം തന്നെയാണ് വേണ്ടത്. അപ്പം ഇത് ഞാൻ ഈ പറയുന്നത് വിഘടനവാദമല്ല, ഈ പറയുന്നത് പ്രാദേശികവാദമല്ല തുടങ്ങിയ മുൻകൂർ ജാമ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറയുകയാണ്, മലബാറിനോടുള്ള ഈ വിവേചന ഭീകരത അവസാനിക്കണമെങ്കിൽ അതിശക്തമായ ഒരു വിഘടനവാദ പ്രക്ഷോഭം മലബാറിലെ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നേ മതിയാവും. ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, സംസാരങ്ങൾ നടത്തി. ഇന്നത്തെ ഈ ചർച്ചയുടെ ഏറ്റവും ഫലപ്രദ ഒരു സ്റ്റെപ്പ് എന്താണ്, ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നത്, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വം മലബാർ സംസ്ഥാനം എന്നൊരാശയം, പലരും സ്വകാര്യത്തിൽ പറയുന്നതാണെങ്കിലും മലബാർ സംസ്ഥാനം എന്നൊരാശയം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് മലബാറിന് വേണ്ടിയുള്ള ഈ ഒരു ഡിസ്കോഴ്സിന്റെ, ഈ ഒരു വലിയ ജനകീയ പ്രസ്ഥാനത്തിന്റെ അതിന് മുന്നേറ്റത്തിലുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു വളരെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കാലങ്ങളായി തുടരുന്ന വിവേചനങ്ങളെ അവസാനിപ്പിക്കുവാൻ ലാസ്യനടനങ്ങൾ കൊണ്ടോ പ്രബന്ധാവതരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള പരമ്പരാഗതമായ ശൈലീകൃതമായ പദ്ധതികൾ കൊണ്ടോ സാധ്യമല്ല. മസ്തകത്തിലിടിക്കുന്ന, ഉള്ളം പിളർക്കുന്ന ചില നടപടികൾ, ചില പ്രക്ഷോഭണങ്ങൾ, ചില സ്റ്റെപ്പുകൾ ഉണ്ടായാൽ മാത്രമേ കാലങ്ങളോളം ദശാബ്ദങ്ങളോളം നീളുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. മലബാർ വിവേചന ഭീകരതയ്ക്കിരയാവുന്നു എന്നുള്ള കാര്യം ഇത്ര ശക്തമായി ഉയർന്നു വന്നത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിലാണ്. നേരത്തെ ആളുകൾക്ക്, മലബാറിലെ ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നില്ല ഇങ്ങനെ ഒരു വിവേചനത്തിന് ഞങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇന്ന് ആ തിരിച്ചറിവ് പയ്യെ പയ്യെ ഉയർന്നു വന്നിരിക്കുന്നു. മലബാറിലെ ആളുകൾ, സാധാരണക്കാർ, രാഷ്ട്രീയ അന്തം ബാധിച്ചിട്ടില്ലാത്ത ആളുകൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ ഒരു ഘട്ടം, ആ ഘട്ടം പിന്നിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മൂർത്തമായ, ഇനി പഴയതുപോലെ വിവേചനത്തെക്കുറിച്ചുള്ള കണക്ക് പ്രബന്ധങ്ങളല്ല ഇനി ആവശ്യം, വളരെ മൂർത്തമായ സ്റ്റെപ്പുകൾ ഇനി ആവശ്യമാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് തീർച്ചയായും മലബാറിലെ ജനതയ്ക്ക് കടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബഹുമാന്യനായ സുജനമാലയോട് സൂചിപ്പിച്ചു, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, ഞാനൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന്. കേട്ടാലൊന്നും ബാക്കിയുള്ളവരൊക്കെ പ്രാദേശിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരു ദേശീയ പ്രസ്ഥാനമാണ്, ഞാൻ SIU ഒരു ദേശീയ പ്രസ്ഥാനം, എല്ലാവരും ദേശീയ പ്രസ്ഥാനങ്ങളുടെ തന്നെ ഭാഗമാണ്. അപ്പം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണെന്ന് വെച്ചിട്ട് പ്രാദേശികമായ ഭൂമിശാസ്ത്രപരമായ സാമൂഹികമായ വിവേചനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കണം എന്നത് സിദ്ധാന്തമായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു CPIM. എല്ലാം വിശാലമായ വർഗരാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടിയേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ വേറെ, മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ വേറെ, ദലിതുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ വേറെ, മലബാർ അനുഭവിക്കുന്ന വിവേചനം വേറെ, അങ്ങനെ കാണാൻ പറ്റില്ല. അത് സൈദ്ധാന്തികമായിട്ട് തന്നെ ശരിയല്ല എന്ന് സ്ഥാപിച്ച് പുസ്തകമെഴുതി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ അതിന്റെ പേരിൽ ശില്പശാലയൊക്കെ നടത്തി കാലം കഴിച്ചൊരു സംഘടനയായിരുന്നു CPIM. അടുത്ത കാലത്ത് എന്ത് സംഭവിച്ചു?
മുസ്ലിം കൺവെൻഷൻ ഒരു ഭാഗത്ത്, അവിടെ ഒതുവെടുക്കാനുള്ള ഹൗദ്, അപ്പുറത്ത് പട്ടികജാതി കൺവെൻഷൻ, അവിടേക്ക് അവരുടെ ഭക്ഷണം. ഇങ്ങനെ CPM മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അടുത്ത വർഷം അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു മലബാർ കൺവെൻഷൻ CPM വിളിക്കേണ്ടി വരും. അങ്ങനെ വിളിക്കുവാനുള്ള ഇച്ഛാശക്തി മലബാറിലെ ജനങ്ങൾ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനും അവഗണിച്ചുകൊണ്ട് ആർക്കും പോകാൻ കഴിയില്ല. ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമാണ്, ആനയുടെ കുതിരയാണെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു ജനതയുടെ വികാരത്തെ അതിനെ തിരിച്ചറിയാതെ മുമ്പോട്ട് പോകാൻ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല. ഞാൻ പറഞ്ഞു, നിരവധി പ്രശ്നങ്ങൾ SIO യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിലേക്ക് വന്നു പെടാനുണ്ടായ ഒരു സംഭവം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കൂൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരാൻ എല്ലാ സ്കൂളിലും ഭയങ്കര തിരക്ക് മാത്രമേ. നമ്മുടെ നാട്ടിൽ മഹാ അത്ഭുതം, 2000-3000 കുട്ടികൾ പഠിക്കുന്ന പാരലൽ കോളേജുകൾ. ഒരൊറ്റ ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ് അങ്ങനത്തെ ഇല്ല. 3000 കുട്ടികൾ പഠിക്കുന്ന, 5000 കുട്ടികളൊക്കെ പഠിക്കുന്ന ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന പാരലൽ കോളേജുകൾ മലബാറിൽ ധാരാളം. കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ +1 സീറ്റില്ല. ഇവിടെ +1 സീറ്റില്ലാതെ നമുക്ക് സഹിക്കാം. അപ്പുറത്ത് +1 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. നമുക്ക് തിരുവിതാംകൂറുകാരുടെ വിദ്വേഷങ്ങൾ, ഇനി ഞാൻ SIO സംസ്ഥാന പ്രസിഡന്റ്, മറ്റന്നാൾ എനിക്ക് തിരുവനന്തപുരത്ത് പോയി പ്രസംഗിക്കാണ്ട്. അങ്ങനെ തിരുവിതാംകൂറുകാരോടുള്ള ഒരു അവരെ മാറ്റി നിർത്തണമെന്ന് പറയല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ സന്തുലിതമായി കാര്യങ്ങൾ കാണും. മലബാറിൽ 10,000 കണക്കിന്, കഴിഞ്ഞ വർഷത്തെ കണക്കാണ് എന്റെ ഓർമ്മയുള്ളത്, 60,000 സീറ്റുകൾ, 60,000 സീറ്റുകളുടെ ഷോർട്ടേജ്. അപ്പുറത്ത് ആയിരക്കണക്കിന് സീറ്റുകൾ ബാക്കി കിടക്കുന്നു. ഒരു കണക്ക് കൂടി പറഞ്ഞുതരാം. ഈ കോഴിക്കോട് ജില്ലയിൽ 3 താലൂക്കാണുള്ളത്: കോഴിക്കോട്, കൊയിലാണ്ടി, വടകര. ഇതിന്റെ പകുതിയില്ലാത്ത ആലപ്പുഴയിൽ 6 താലൂക്ക്. ഇങ്ങനെ SIO പുറത്തിറക്കിയ പുസ്തകങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ സ്വഭാവത്തിൽ വിവേചനത്തിന്റെ കണക്കുകളുടെ അതിന്റെ ഘോഷയാത്ര നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ. ഈ അടുത്ത ആഴ്ച മാർച്ച് 6-ാം തീയതി SIO യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ പോവാണ്, ഒരു ബഹുജന മാർച്ച്. SIOനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു റെക്കോർഡായിട്ട് എനിക്കൊരു പലപ്പോഴും തോന്നാറുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം മാത്രം, ഈ അധ്യയന വർഷം കൂടെ, ഈ കഴിഞ്ഞ ജൂലൈ മുതൽ ഈ മാർച്ച് വരെയുള്ള, ഫെബ്രുവരി വരെയുള്ള ഈ അധ്യയന വർഷത്തിൽ മാത്രം, കഴിഞ്ഞ അധ്യയന വർഷം മാത്രം 13 തവണയാണ് SIOക്കാർ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. നമ്മൾ ഉഷാറുകൊണ്ടല്ല, ഇവർ മാർച്ച് നടത്താതെ രക്ഷയില്ല. ഇവർ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് യോഗം വെള്ളിയാഴ്ചയാക്കി. അപ്പൊ എന്താ, കുറെ കഴിഞ്ഞാൽ ഇവർ SIOക്കാരങ്ങ് പോവല്ലോ, നിസ്കരിക്കണം കൂട്ടരല്ലേ, ഓല് നിസ്കരിക്കാൻ പോവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു തവണ ചെയ്തു, അവിടെ തന്നെ ജുമ നിസ്കരിച്ചു. ഇസ്ലാമിന്റെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സിൻഡിക്കേറ്റ് യോഗത്തിന് മുമ്പിൽ ജുമ നിസ്കാരം. ഇവിടെ നേരത്തെ സംസാരിച്ച നജാത്തുള്ളയാണ് അന്ന് ഖുത്ബ നടത്തിയത്. ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ജുമ നിസ്കരിക്കുന്നു പറഞ്ഞു. അവിടെ സിൻഡിക്കേറ്റ് യോഗം നടക്കണമെങ്കിൽ ഞങ്ങൾ ജുമ നിസ്കരിച്ചു, അതിന്റെ എല്ലാ അർക്കാനുകളും പാലിച്ചുകൊണ്ട് തന്നെ. നിന്ന് നോക്ക്, സിൻഡിക്കേറ്റ് യോഗം ഇപ്പൊ വെള്ളിയാഴ്ച മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ കാരണമുണ്ട്, അതിൽ രജിസ്ട്രാർ കുറച്ച് മാന്യനാണ്, മൂപ്പർ നിസ്കരിക്കാൻ പോകും. അപ്പൊ ഇവരുടെ കള്ള തീരുമാനങ്ങളെല്ലാം എടുത്തു വെക്കും. ഇങ്ങനെ ഒരു കാലിത്തൊഴുത്തിന്റെ സർവ്വലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥാപനമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ RTI നിയമപ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു ഇത് കൊടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്ര അപേക്ഷകൾ, ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് ഒരു ഇത് കൊടുത്തു, റിക്വസ്റ്റ് കൊടുത്തു. അതൊക്കെ പറഞ്ഞുതരാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ കേരളത്തിന് പുറത്തുള്ള 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് ചെയ്ത ആളാണ്. അവിടെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ കോഴ്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, അതിന്റെ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ സർട്ടിഫിക്കറ്റിനുള്ള ഫീ നമ്മൾ അടക്കും. കോഴ്സ് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നാൽ നമുക്ക് മാർക്ക് ഷീറ്റ് കിട്ടും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടും. ഏതാണോ ഡിഗ്രിയോ PG എനിവേ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മഹാത്ഭുതമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എക്സാം എഴുതി റിസൾട്ടൊക്കെ വന്ന് മാർക്ക് ഷീറ്റ് കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ എംപ്ലോയീസ് യൂണിയൻകാരെ പുറംചൊറിയണം, അതിന് വേറെ അപേക്ഷ കൊടുക്കണം, വേറെ ചലാൻ എടുക്കണം. ഇവിടെ ഇല്ലാത്ത പരിപാടിയാണ്. എന്നിട്ട് ഈ റിക്വസ്റ്റ് ഞങ്ങൾ RTI പ്രകാരം കൊടുത്ത് കിട്ടി 64,000, എത്രയോ മാസങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. 64,000 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ ബാക്കിയാണ്. 64,000. അതിൽ ഞാൻ പറഞ്ഞുതരാം, അതിൽ ഒരു ഉപകണക്ക്. അതിൽ ഏതാണ്ട് 1000-ഓളം കുട്ടികൾ
സ്പെഷ്യൽ ഫീ അടച്ചിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തവരാണ്. സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞാൽ സാധാരണ 45 രൂപയുള്ളെങ്കിൽ 240 രൂപ കൊടുത്തിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷ ആളുകളാണ്. അത്തരത്തിലുള്ള ശരിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനകം ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ്. അങ്ങനെ അപേക്ഷ കുട്ടികൾ 1 വർഷമായി 1.5 വർഷമായി 2 വർഷമായി അങ്ങനെ അപേക്ഷിച്ചിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ഇവരുടെ ഈ സർട്ടിഫിക്കറ്റാണ് സ്വർഗത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ചേർന്ന് പോയല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തു പോയിട്ട് വല്ല കോഴ്സിനും ചേർന്നാൽ ഇവിടുത്തെ മാതിരി ഏടാകൂടങ്ങളൊന്നും അവിടെ ഇല്ല. നിങ്ങൾ അവിടെ എൻട്രൻസ് ഇപ്പോൾ JNUവിൽ ചേർന്നു, JNUവിൽ ചേരണമെങ്കിൽ അവരുടെ എൻട്രൻസ് ചെയ്താൽ, PGക്ക് JNUവിൽ ചേരണമെങ്കിൽ അവരുടെ എൻട്രൻസ് ചെയ്താൽ എൻട്രൻസിൽ മികച്ചു നിന്ന് അവർ നിങ്ങൾക്ക് അഡ്മിഷൻ തരും. അപ്പം അപ്പോഴേക്ക് നമ്മളുടെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ പറയും ഒരു കാര്യം ചെയ്തോ, ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിയുന്നതിന് മുമ്പ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ. വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. JNU അങ്ങനെയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ 5 മാസം കഴിയുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഭാഗത്ത് ജനിച്ചു പോയല്ലോ, അവരുടെ കഷ്ടകാലം, അവരുടെ എക്സാം ഇവിടുന്ന് ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും, എന്നിട്ട് എൻട്രൻസ് ചെയ്ത് JNUവിൽ അഡ്മിഷൻ നേടി. 5 മാസം കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ സമയമാകുമ്പോഴും ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികൾ എത്ര കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി ഡൽഹിയിൽ പോയി ഹോസ്റ്റൽ തരപ്പെടുത്തി പഠിച്ച് 5 മാസം പഠിച്ച് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ സമയമാകുമ്പോൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മടങ്ങി പോരേണ്ടി വരിക. അത്തരത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ പറയുന്നു, അവർ നാളെ മനുഷ്യ ബോംബായി ഇവിടെ പൊട്ടിയാൽ വിഘടനവാദം എന്ന് മുഖപ്രസംഗം ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികളുടെ ഭാവിയെ അമ്മാനമേടുന്ന വിവേചനത്തിന്റെ അതിന്റെ അങ്ങേതലയാണ് അത് മലബാറിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ കേന്ദ്രമെന്ന് വിളിക്കപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് SIO സമരരംഗത്തേക്ക് വരും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത് മലബാറിന്റെ വികാരമായി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, 1.5 കൊല്ലങ്ങൾക്ക് ശേഷം തീർച്ചയായും ഒന്നുകിൽ മലബാറിലെ ജനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീവച്ച് നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി മാറാൻ സന്നദ്ധമാവും. ഞാനിത് അതിവൈകാരികതയോട് പറയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ നമ്മുടെ വിജയം മാഷ് പറഞ്ഞ ആ സത്യം തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയും. തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയണം, കവിത പറയാൻ പാടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ നമുക്ക് കവിത ചൊല്ലാൻ കഴിയില്ല. കാരണം മലബാറിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തച്ചുടക്കുന്ന ഒരു കേന്ദ്രമാണത്. കഴിഞ്ഞ ദിവസം ഇവിടെ കോഴിക്കോട് ജില്ലയിലെ SIO പ്രവർത്തകർ ഒരു ധർണ ഇവിടെ സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഗ്രോവാസുവാണ് ഉദ്ഘാടനം ചെയ്തത്. എന്ന് വെച്ചാൽ മലബാറിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വൈകൃതങ്ങൾ കൊണ്ട് ഇരകളായ കുട്ടികളുടെ സംഗമം, അതിന് ഈ സ്വഭാവത്തിൽ ഞാൻ നേരത്തെ JNU കഥ പറഞ്ഞ പോലെ ആ സ്വഭാവത്തിൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികളെ അവരെ വിളിച്ചുകൂട്ടി അവരുടെ ഒരു സംഗമം എന്ന സ്വഭാവത്തിൽ നടത്താം എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഒരു കുട്ടി അവരെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇരകളെ തേടി അലയുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തവൻ തന്നെ ഇരയാണ്. രജിസ്റ്റർ ചെയ്തോ അവൻ ഇരയായി കഴിഞ്ഞു എന്നാണ് ഇവിടെ നഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത്. ഈ സ്വഭാവത്തിൽ കോഴ്സുകൾ നീട്ടിയെടുക്കുക, സർട്ടിഫിക്കറ്റിൽ കൊടുക്കാതിരിക്കുക, പശുക്കൾക്ക് കൊടുക്കുക വെറുതെ പറയല്ല, പ്രസംഗത്തിന് വേണ്ടി പറയല്ല. ഒരുപാട് പശുക്കളുണ്ട്. BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ, BSc മാത്സ് കഴിഞ്ഞ, BTech കഴിഞ്ഞ ഒരുപാട് പശുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട്. അവരെ നയിക്കാൻ ഒരു VC ഉണ്ട്, അവിടെ എംപ്ലോയീസ് യൂണിയനും ഉണ്ട്. അപ്പൊ ഇവരെ നിലക്ക് ഞാനിത് പറയുന്നത്, കാലിക്കറ്റ് ഒരു ജനതയുടെ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു ഘടകമാണ് ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, മലബാറിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ. അതുകൊണ്ട് തന്നെ മലബാറിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് നന്നാവാതെ, അതിനെ കോലത്തിലാക്കാതെ മലബാറിലെ വികസന സ്വപ്നങ്ങൾ, മലബാറിലെ ഭാവി ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട, അടുത്ത തലമുറയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മലബാറുമായി ബന്ധപ്പെട്ട വിശാലമായ ഈ പ്രക്ഷോഭം അതിന്റെ എല്ലാ ഊർജ്ജസ്വലതയോടും കൂടി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അതിൽ സുപ്രധാനമായ ഒരു ഉപവിഷയത്തെ കൂടി അടിവരയിട്ടുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ അതിന്റെ വിജയത്തിലെത്തിക്കുന്നതുവരെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ മലബാറിലെ ഓരോ ആൾക്കും, ഓരോ ആണിനും പെണ്ണിനും, ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മളെല്ലാവരും സജ്ജനാകണം, സന്നദ്ധനാകണം, അതിൽ ഇച്ഛാശക്തി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. സോളിഡാരിറ്റി മുന്നോട്ട് വച്ച മലബാറിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയപ്രാപ്തിയിലെത്തുവാൻ സർവശക്തൻ സഹായിക്കുമാറാവട്ടെ. രാവിലെ മുതൽ ആരംഭിച്ച വികസന ഭൂപടത്തിൽ മലബാറിന് ശില്പശാലയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മലബാറിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ക്രൂരമായ വിവേചനത്തിൻ്റെ വിവിധ വശങ്ങൾ ശില്പശാലയിലൂടെ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി. അത് നമ്മുടെ മുമ്പിൽ നിരത്തിവെച്ച കണക്കുകളിൽ ഏറെ ശ്രദ്ധേയമായത് ഈ വിവേചനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വിവേചനത്തിൻ്റെ ക്രൂരതയും കാഠിന്യവും ഏറെ ശക്തവും തീവ്രവുമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയിലൂടെ വികാസത്തിലൂടെ മാത്രമേ നാട്ടിൻ്റെയും നാട്ടുകാരുടെയും വികസനം സാധ്യമാവുകയുള്ളൂ എന്നതിനാൽ മലബാർ അനുഭവിക്കുന്ന വിവേചനത്തിൻ്റെ ഈ വശം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ, കാർഷിക, ഗതാഗത മേഖലകളിലെല്ലാം മലബാർ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ ചിത്രം ഇവിടെ സമർപ്പിക്കപ്പെടുകയുണ്ടായി. 5 സർക്കാർ മെഡിക്കൽ കോളേജുകളുള്ള കേരളത്തിൽ മലബാറിൽ ഒരൊറ്റ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ എന്നത് തിരിച്ചറിയപ്പെടേണ്ട വസ്തുതയാണ്. 884 സീറ്റ് തിരുകൊച്ചി മേഖലയിലുള്ളപ്പോൾ മലബാറിൽ ആകെയുള്ളത് 320 മെഡിക്കൽ സീറ്റുകളാണ്. മെഡിക്കൽ PGയും അനുബന്ധവുമായി തിരുകൊച്ചിയിൽ 1047 സീറ്റുകളുള്ളപ്പോൾ മലബാറിൽ കേവലം 310 സീറ്റുകളേ ഉള്ളൂ എന്നത് ഒരിക്കലും കാണാതിരുന്നുകൂടാ. ആയുർവേദ മേഖലയിൽ ആകെ 312 സീറ്റുകൾ തിരുകൊച്ചി മേഖലയിലുള്ളപ്പോൾ 110 മാത്രമാണ് മലബാറിലുള്ളത്. നഞ്ചങ്കോട് റെയിൽവേ ലൈൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്കും കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണയിലേക്കും അഥവാ അങ്ങാടിപ്പുറത്തേക്കും റെയിൽവേ ലൈൻ ഉണ്ടാവുക എന്നത് മലബാറിന്റെ അനിവാര്യമായി ലഭ്യമാകേണ്ട ന്യായമായ ആവശ്യമാണ്. ഒരു വേള കോഴിക്കോട് നഗരത്തിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്കുള്ള അത്ര യാത്രക്കാർ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ബസ് യാത്രക്കാരുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശ്രമം ചിലപ്പോഴൊക്കെ ആവശ്യങ്ങൾ ഉയർത്തപ്പെട്ടുവെങ്കിലും അത് പഠിക്കുവാനും അതിനാവശ്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനും പോലുള്ള ശ്രമം നടത്തപ്പെട്ടില്ല എന്നതാണ് വസ്തുത. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും പ്രധാനമായ ഭാഗത്തേക്കുള്ള ഒരു ട്രെയിൻ പോലും ആരംഭിക്കുന്നില്ല എന്നതും കാണാതിരുന്നുകൂടാ. കോഴിക്കോടിന് ബാംഗ്ലൂരിലേക്ക് ദിനം പ്രതി 100 കണക്കിന് ബസ്സാണ് പോകുന്നത്. അതേസമയം എല്ലാ ദിവസവും ട്രെയിൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഒരു ട്രെയിനല്ല, ഒന്നിലേറെ ട്രെയിൻ ഏർപ്പെടുത്തുവാനുള്ള ആവശ്യമുണ്ട്. എന്നാൽ ബാംഗ്ലൂരിലേക്ക് കോഴിക്കോട് നിന്ന് ട്രെയിൻ എല്ലാ ദിവസവും ട്രെയിൻ ഓടുന്ന ഒരു സംവിധാനം ഇല്ല. ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് ഇவ்விധമുള്ള നിരന്തരമായ അവഗണനയെക്കുറിച്ച് ഇവിടെ വിശദമായി വിവരിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇനി കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ
ആയുർവേദ കോളേജുകളുടെ കാര്യത്തിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കാര്യത്തിൽ എല്ലാം ഈ വിവേചനം ഇന്ന് പ്രകടമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെന്താണ് പരിഹാരം? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? തീർച്ചയായും ഇതിൽ ബ്യൂറോക്രസിയുടെ പങ്ക് നിഷേധിക്കാനാവുകയില്ല. തിരുകൊച്ചി ബ്യൂറോക്രസിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ബ്യൂറോക്രസിയായി മാറിയത് എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ക്രൂരമായ വിവേചനത്തിന്, അവഗണനയ്ക്ക് മലബാർ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മലബാറിനെ പ്രതിനിധീകരിക്കുന്ന MLA-മാരിൽ ജനസംഖ്യാനുപാതികമായി 5 പേരുടെ കുറവുണ്ട് എന്ന് ശില്പശാലയിലൂടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അവിധം തന്നെ ഇടുക്കി, പത്തനംതിട്ട, വയനാട് എന്നീ 3 ജില്ലകളിലുള്ള അത്രയും ജനസംഖ്യ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് എന്നും, എന്നിട്ടും 3 ജില്ലാ കളക്ടർ, അവയ്ക്കുള്ളിടത്ത് മലപ്പുറത്തിന് ഒരു ജില്ലാ കളക്ടറും ഒരു ജില്ലാ ആസ്ഥാനമുള്ളൂ എന്നും അതന്നെ വളർച്ചയിൽ, പുരോഗതിയിൽ തടസ്സമായി നിൽക്കുന്നു എന്ന കാര്യവും ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന്റെ കാര്യം, പ്രത്യേകിച്ചും വിമാനങ്ങൾ നടത്തുന്ന ചാർജിലെ ചൂഷണത്തിന്റെ കാര്യം എല്ലാം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി എന്നർത്ഥം. ഇതിനെന്താണ് ഈ പരിഹാരം? തീർച്ചയായും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം, അതിനെ യുവജന സംഘടനയായ സോൾഡാച്ചി, ഈ വിഷയത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതുകൊണ്ട് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിഹരിക്കുവാൻ മലബാറിലെ ആളുകൾക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. മലബാർ പിന്നാക്കമാകുവാനുള്ള കാരണം വൈദേശികമായ സാമ്രാജ്യ ശക്തിയുടെ ഇടപെടലും അവയ്ക്കെതിരെ നടത്തിയ മലബാറിലെ ജനങ്ങളുടെ ധീരോജ്വലമായ പോരാട്ടത്തിന്റെ അനിവാര്യമായ ഫലമാണ് എന്നും നേരത്തെ നടന്ന ശില്പശാലയിൽ വിശദമായി വിവരിക്കപ്പെടുകയുണ്ടായി. അധിനിവേശത്തിനെതിരെ നടന്ന പോരാട്ടം പോലെ വിവേചനത്തിനെതിരെയുള്ള കൂട്ടായ ഒരു സമരമാണ് നടക്കേണ്ടത്. ആ സമരം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ മാർഗം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ സമരം എന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, സോൾഡാറ്റിയും SIO-യും ഒക്കെ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്തുകാരനായ ഖമറുദ്ദീൻ സാഹിബും കൊല്ലം ജില്ലക്കാരനായ മഅദനിയും എറണാകുളത്തുകാരനായ വിഷയം അവതരിപ്പിച്ച പ്രൊഫസർ ബഹാബുദ്ദീൻ സാഹിബും ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാകുന്ന, ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ യോജിക്കാൻ കഴിയുന്ന, മലബാറിലെ മുഴുവൻ മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന, എല്ലാവരെയും പങ്കാളികളാക്കാൻ കഴിയുന്ന, അങ്ങനെ മലബാറിന്റെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ജനാധിപത്യപരമായ സമരമാണ് സോൾഡാറ്റിയും അതിന്റെ മാതൃപ്രസ്ഥാനവും മുന്നോട്ട് വെക്കുന്നത്. ആ സമരം വിജയിപ്പിക്കുവാൻ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ശ്രമിക്കുമെന്നാണ് സന്ദർഭത്തിൽ ഊന്നിപ്പറയാനുള്ളത്. തീർച്ചയായും ഇതൊരു പോരാട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും മലബാർ എന്ന ഒരു സംസ്ഥാനം എന്നതൊക്കെ സ്വാഭാവികമായി അങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളുമൊക്കെ അവരുടേതായ അഭിപ്രായപരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ സോൾഡാറ്റിയും അതിന്റെ മാതൃപ്രസ്ഥാനവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനമല്ല, പക്ഷെ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യം ഒരു രാജ്യത്തിന്റെ ജനങ്ങൾ ഒന്നായി ഉയർത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ശ്രമിക്കണമെന്നാണ് അവരോട് പറയുവാനുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു ആവശ്യം ഭാവിയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഉയർത്താതിരിക്കാൻ ആവശ്യമായ സാമൂഹ്യ നീതി, തുല്യമായ നീതി, അവസര സമത്വം സൃഷ്ടിക്കുവാൻ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോഴാണ് ഇത്തരം ആവശ്യങ്ങൾ ഒരിക്കലും സമൂഹത്തിന് ഉയരാനുള്ള സാഹചര്യം പോലും ഇല്ലാതാവുക എന്ന്. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാവുന്ന സാമൂഹ്യ നീതിയാണ് ഉണ്ടാവേണ്ടത്. ഇത് ഇവരെ സൂചിപ്പിക്കുകയുണ്ടായി ഏതെങ്കിലും മതത്തിന് പ്രശ്നമല്ല എന്ന്. ബഹുമാന്യനായ പ്രൊഫസർ ബഹാബുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചു, ഇതൊരു മുസ്ലിം ഇഷ്യൂ ആയിരുന്നുവെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളെക്കാളേറെ പിന്നാക്കം നിൽക്കുന്നത് ഇന്ന് ദക്ഷിണ കേരളത്തിലെ മുസ്ലിങ്ങളാണ്. വസ്തുതാപരമായും അത് ശരിയാണ്. മലബാറിലെ മുസ്ലിങ്ങളെക്കാളേറെ പിന്നാക്കം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ഇടുക്കിയിലെയും അത് മുസ്ലിങ്ങളാണ് എന്നത് നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്.
മാത്രമല്ല, ഇതൊരു മുസ്ലിം ഇഷ്യൂ ആയിരുന്നെങ്കിൽ മലബാറിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണോ? മുസ്ലിങ്ങൾ ആകെ ഭൂരിപക്ഷം എന്ന് പറയാവുന്നത് അതിൽ ഒരൊറ്റ ജില്ലയിൽ മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല, ഇതേതെങ്കിലും ജാതിയുടെ ഇഷ്യൂ അല്ല, സമുദായത്തിന്റെ പ്രശ്നമല്ല. ഇത് മലബാറിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. നീതി നിഷേധത്തിന് അറുതി വരുത്തുക എന്ന മാനവികമായ ഒരാവശ്യമാണ്, അവസര സമത്വത്തിന്റെ സാമൂഹ്യനീതിയുടെ ആവശ്യമാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ജയിച്ച് തീർച്ചയായും മലബാറിനെ പ്രതിനിധീകരിക്കുന്ന MLA-മാരും മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിന് ദേശീയ തലത്തിൽ നേടിയെടുക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന MP-മാരുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ MLA-മാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലബാറിന് ഒരു പക്ഷേ ന്യായമായി ലഭിക്കാവുന്ന മന്ത്രിമാരെ ലഭിച്ച ഒരുപാട് മന്ത്രിസഭകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. ഞാനത് അവരെ കുറ്റം പറയുന്നില്ല. കാരണം ഒരു പിന്നാക്ക പ്രദേശത്തെ പിന്നാക്കക്കാരായ MLA-മാരും പിന്നാക്കക്കാരായ മന്ത്രിമാരും പിന്നാക്കക്കാരായ MP-മാരും ഈ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അവിടെയാണ് SIO സോൾഡാറ്റിയും ഈ പ്രശ്നങ്ങളെ പഠിക്കാനും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ പ്രദേശത്ത് ഭരണം നയിച്ച ഒരു പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് SIO മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിവിവരക്കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ അറിയുമായിരുന്നില്ല എന്ന്. അതറിയാനോ പഠിക്കാനോ താല്പര്യം കാണിച്ചില്ല ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന MLA-മാരും മന്ത്രിമാരും എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഇവിടെ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ ഇനിയും ഇത്തരമൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ആ ജനകീയ പ്രസ്ഥാനങ്ങൾ അവിടെ MLA-മാരെയും MP-മാരെയും നിർത്തി വിജയിപ്പിച്ചെടുത്ത് മലബാറിന്റെ അവഗണനയ്ക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് എനിക്ക് സോൾഡാറ്റിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് നടത്തിയ ശില്പശാലയും അല്പം കൂടി അതിനെ വികസിപ്പിച്ചെടുത്ത് ഇവിടെ ആരെല്ലാം അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും മത്സരിക്കുന്നുണ്ടോ അവർക്കത് മുഴുവൻ നൽകി അത് പൂർത്തീകരിക്കുമെന്ന് പറയാത്തവർക്ക് വോട്ട് കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് കേരളീയ ജനതയോട് തുറന്നു പറയുകയും ചെയ്യുവാൻ അവർ സാധ്യതയുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് ജനാധിപത്യയുടെ മാർഗത്തിലൂടെയാണ്. അതിനാൽ മലബാറിനെ പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ ആളുകളുണ്ടല്ലോ, MLA-മാരുണ്ടാവും, MP-മാരുണ്ടാവും. അവർ തീർച്ചയായും ഈ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അത് അവർ പറഞ്ഞാൽ മാത്രം പോരാ. നല്ല ചുരുങ്ങിയത് സോളിഡാരിറ്റിയും SIO ഒക്കെ കൊടുക്കുന്നത് വായിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം പലരും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയും. പക്ഷെ കൊടുക്കുന്ന കടലാസ് പോലും വായിക്കാതെ അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ കാപ്പറ്റ്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് വായിച്ച് പഠിച്ച് അംഗീകരിക്കുമെന്ന് ഉറപ്പ് പറയുമ്പോൾ അതിന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്താണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരോട് ഞങ്ങൾ പാലിക്കും ഈ രാജ്യത്തെ ജനങ്ങളോട് അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരെ തെരഞ്ഞെടുപ്പിൽ എങ്കിൽ മാത്രമേ വിജയിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ സോൾഡാറ്റിയും ജമാഅത്തെ ഇസ്ലാമി SIO മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനാലാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും സംഘടന നടത്തുന്ന പ്രശ്നമല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല, ഏതെങ്കിലും സമുദായത്തിന്റെ പ്രശ്നമല്ല, ഏതെങ്കിലും ജാതിയുടെ മതത്തിന്റെ പ്രശ്നമല്ല. ഇത് ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ന്യായമായ അവകാശ സമരത്തിന്റെ പ്രശ്നമാണ്. ന്യായമായ അവകാശ സമരങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ രീതി ഉപയോഗിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. വൈദേശികാധിപത്യത്തിനെതിരെ ചരിത്രത്തിന് അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ ഒരു ജനവിഭാഗത്തിന് ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ സമരമാർഗത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിക്കുമെന്നതിന്റെ പ്രഖ്യാപനമാണ് തീർച്ചയായും സോൾഡാറ്റിയുടെ ഈ ഒത്തുകൂടലിൽ ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. മലബാറിന്റെ നേരെയുള്ള ഈ അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് മുമ്പ് ഭരിച്ചവരെ പറിച്ചും തിരിച്ചും മരിച്ചുമൊക്കെ പറയാറുണ്ട്. ദേശീയമായ സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതിലൊരു വിഘടനവാദത്തിന് പ്രശ്നമില്ല. ഇതിലൊരു ഏതെങ്കിലും പ്രത്യേകമായ അന്യായമായ അവകാശങ്ങൾ ചോദിക്കുന്ന പ്രശ്നമല്ല. വിഘടനവാദം എന്നത് നമ്മുടെ മാധ്യമങ്ങൾക്കറിയാം. വിഘടനവാദം ചാർത്തിക്കൊടുക്കുക എന്നത് അവരുടെ പലപ്പോഴുമുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിഘടനവാദത്തിന്റെ പ്രശ്നമല്ല, പ്രത്യേക സംസ്ഥാനത്തിന്റെ പ്രശ്നമല്ല. കാരണം 60 കൊല്ലമായി മലബാറിന്റെ നികുതി കൂടി ഉപയോഗിച്ച് തിരുകൊച്ചിയിൽ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുകൊച്ചിയുടെ നികുതി കൂടി ഉപയോഗിച്ച് മലബാറിൽ വികസനം ഉണ്ടാകണമെന്നതാണ് ജനാധിപത്യപരമായ ന്യായമായ അവകാശം.
അതുകൊണ്ട് മലബാറിനെ ഭാഗിച്ച് അതിനെ തന്നെ നിങ്ങളുടെ വികസനം നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞാലും അംഗീകരിക്കുകയില്ല. തീർച്ചയായും ദക്ഷിണ കേരളത്തിൽ വികസനമുണ്ടായത് ഇവിടത്തെ നികുതി കൂടി ഉപയോഗിച്ചും വിശേഷം ഗൾഫിലെ മലയാളികളുടെ കഠിനമായ അധ്വാനത്തിലൂടെ നേടിയെടുത്ത നികുതി കൂടി ഉപയോഗിച്ചാണ് ദക്ഷിണ കേരളത്തിൽ വികസനം ഉണ്ടായതെങ്കിൽ അവിടത്തെ നികുതി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വികസനം ഉണ്ടാവുന്നത് വരെ മലബാറിനെ ഭാഗിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് തീർച്ചയായും പറയാനുള്ളത്. അതുകൊണ്ട് വിഭജനമല്ല ആവശ്യമുള്ളത്, മലബാർ നിശ്ചയിച്ചല്ല ആവശ്യമുള്ളത്, ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും പങ്കാളിത്തത്തോടുകൂടി കമറുദ്ദീന്റെയും നേരത്തെ പറഞ്ഞ മൈദനിയുടെയും അതേപോലെയുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി ഉള്ള വികസനമാണ് ഉണ്ടാവേണ്ടത്. നീതിബോധമുള്ള തിരുകൊച്ചിയിലെ ആളുകളുടെ സഹകരണത്തോടെ നീതിക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മലബാറിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടി നേടിയെടുക്കേണ്ടതാണ് ഈ സമരമെന്ന് ഈ പോരാട്ടമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ആവശ്യങ്ങളും സൂചിപ്പിക്കുകയാണ്. ആവശ്യങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായ മേഖലയിൽ മാത്രം പരിമിതമല്ല എന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയുണ്ടായി. ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ പഠനങ്ങൾ തീർച്ചയായും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പഠനം നടക്കുക മാത്രമല്ല, അത് മലബാറിലെ മുഴുവൻ ആളുകളെ മുമ്പിൽ സമർപ്പിക്കേണ്ടതുണ്ട്. തങ്ങൾ അനുഭവിക്കുന്ന നീതി നിഷേധത്തെക്കുറിച്ച ബോധം പോലും ഇവിടുത്തെ MLA-മാർക്കും MP-മാർക്കും മന്ത്രിമാർക്കും ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതൊരിക്കലും ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് സോൾഡാറ്റിയുടെയും SIOയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ബാധ്യത വർദ്ധിച്ചിരിക്കുന്നു എങ്കിൽ ഞങ്ങൾ ന്യായമായി വിശ്വസിക്കുന്നു. MLA-മാർക്കും MP-മാർക്കും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവർ പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തിന്റെ പിന്നാക്കാവസ്ഥയും അവഗണനയും വിവേചനം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് പിന്നെ അതറിയില്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സംവിധായകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവരനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച്. ആ വിവേചനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവരുടെ ശക്തിയെ, ജനാധിപത്യപരമായ ശക്തിയെ, അവരുടെ ആളുകൾ ഈ രാജ്യത്തിന് ഭരണാധികാരികൾ ആരാണ് നിശ്ചയിക്കാനുള്ള അവരുടെ സമ്മതിദാന അവകാശ ശക്തിയെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ദീർഘമായ ഒരു പക്ഷേ വളരെ പെട്ടെന്നുള്ള പോരാട്ടത്തിലൂടെ, ജനാധിപത്യ പോരാട്ടത്തിലൂടെ ഇത് നേടിയെടുത്തേ അടങ്ങുകയുള്ളൂ എന്ന് ഇപ്പോൾ പറയുവാൻ എനിക്കും ഞാൻ ചെയ്ത പ്രസ്ഥാനത്തിലും കുറെ കൂടി ധൈര്യം കിട്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുമ്പത്തെ കാലമേറെ ഇത് പറയാനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ജനങ്ങളുടെ മുമ്പിൽ വെക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കും. അങ്ങനെയുള്ളൊരു ജനാധിപത്യപരമായ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ജാതി മത കക്ഷി പാർട്ടി ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും പിന്തുണയാണ്, സഹകരണമാണ് വേണ്ടത്. മനുഷ്യന്റെ മൗലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ പോരാട്ടമെന്നും ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഒന്നായി കൂട്ടായി ശ്രമിക്കാമെന്നും ആ ശ്രമത്തിന് ഈ രാജ്യത്തെ എല്ലാ നല്ലവരായ ആളുകളുടെയും പിന്തുണയും സഹായവും സഹകരണം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനാധിപത്യപരമായ പോരാട്ടം വിജയിക്കുന്നത് വരെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാവണമെന്നും ഇതിനെ വിജയിപ്പിച്ചെടുക്കണമെന്നും അങ്ങനെ മലബാറും കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ മലബാറിനും ന്യായമായ അർഹമായ സ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കമറുദ്ദീൻ സാഹിബ്, പ്രിയങ്കരനായ സുഹൃത്ത് ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, വേദിയിലും പുറത്തുമുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ സ്വാഗതം. എൻ്റെ വാപ്പ മലബാറായിരുന്നു. കാരണം കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് ഭാഗം മലബാർ. എൻ്റെ ഉമ്മ കൊച്ചിയിലാണ്, ആലുവയിൽ. ഞാൻ ജനിച്ചത് ആലുവയിലാണ്. എൻ്റെ ഭാര്യ കൊല്ലത്തുകാരിയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോണ പേപ്പർ എന്ന് പറയാം. പേപ്പർ എന്താണെന്ന് വെച്ചാൽ എ കേസ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഓഫ് മലബാർ. അതാണ് പേപ്പർ. അതായത് ഒരു പ്രത്യേക സംസ്ഥാനം എന്തുകൊണ്ടായിക്കൂടാ, വൈ നോട്ട്, ഒരു ചിന്ത മാത്രമാണ്. അത് വേണമെന്നുള്ളതല്ല. ഞാൻ TRSന്റെ നേതാക്കന്മാർ പറയണ മാതിരിയോ അതുമാതിരിയുള്ള ബോഡോ വിഭാഗത്തിൽപ്പെട്ട് സംസാരിക്കുന്ന മാതിരിയാണ് സംസാരിക്കുന്നത്. കാരണം ഇത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ തുടക്കത്തിൽ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തുടക്കത്തിൽ സംസ്ഥാനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ആയിരുന്നു. അതിലൊന്നാണ് മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോസ്റ്റൽ ആന്ധ്ര, തമിഴ്നാട്, മലബാർ, കർണാടകയുടെ തമിഴ്നാട് പോർഷൻ അടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ കൂടി മദ്രാസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ യുണൈറ്റഡ് പ്രോവിൻസസ്, CPSU എന്നൊക്കെ പറഞ്ഞ സെൻട്രൽ പ്രോവിൻസസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ പ്രോവിൻസസിൽ തന്നെ നിലനിന്നിരുന്ന ഒരുപാട് കാലം. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ തഴയുന്നു എന്ന പേരിലുള്ള സമരങ്ങളുണ്ടായി. ആ സമരങ്ങളുണ്ടായിരുന്നപ്പോൾ ആ സമരങ്ങളെ ശക്തിയുക്തം സർദാർ പട്ടേലും ജവഹർലാൽ നെഹ്റുവും നേരിട്ടു. അവർ രണ്ടുപേരും ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പൊ ഏകദേശം 10 വർഷത്തോളം അത്തരത്തിലുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറയാനുള്ള കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണ്ട എന്നുള്ളതിന്റെ തെളിവായിട്ട് മാത്രമാണ്. പിന്നീട് ഇത് വിശാൽ മഹാരാഷ്ട്ര സമരവും വിശാൽ ആന്ധ്ര സമരവും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഫാസിൽ അലി കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജവഹർലാൽ നെഹ്റു അവസാനം വഴങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ മലബാറുകാർ വന്നിട്ട് ഈ തിരുക്കൊച്ചിയിൽ കുടുങ്ങിയത്. ഞാൻ കുടുങ്ങിയെന്ന് പറയാനുള്ള കാരണമുണ്ട്. ഇവരും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവരും അവരും കൂടെ തമ്മിലുള്ള ആകെ ബന്ധം എനിക്കറിയാലോ, എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ നിന്നുള്ളതാണല്ലോ. അവരും കൂടെ തമ്മിലുള്ള ആകെ ബന്ധം എന്താണെന്ന് വെച്ചാൽ മലയാള ഭാഷയാണ്. അല്ലാതെ ഇവർ തമ്മിൽ എന്താ ബന്ധം അല്ലേ? നെടുമങ്ങാടുകാരൻ പറയുമല്ലോ, ഇവർ തമ്മിൽ സംസ്കാരത്തിൽ തന്നെ ഒരു ബന്ധമില്ല. ഇവർ മുസ്ലിമാണ്, മൂപ്പര്, ഞാനും മുസ്ലിമാണ്, വേറെ സംസ്കാരമാണത്, അല്ലാന്ന് പറയാൻ പറ്റൂല. ആണെന്ന് അല്ലെങ്കിൽ മൂപ്പര് ഗണ്ടിക്കട്ടെ ആണെന്ന്. കാസർഗോഡ് ഫോണാക്കണ ഇച്ഛ, മൂപ്പർ ഫോൺ വിളിക്കാറില്ല, മൂപ്പർ ഫോൺ ആക്കാറുള്ളൂ. ഭാര്യ വീട്ടിൽ താമസിക്കുന്ന കോഴിക്കോട്ടെ കോയ, മനസ്സിലായല്ലേ? ജീപ്പിൽ 25 പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മലപ്പുറത്ത് കയറണം, അതിൽ ആണും പെണ്ണും ഇടിച്ചു കയറും, മനസ്സിലായില്ലേ? ആണും പെണ്ണും ആണ് പെണ്ണ് ഇടകലർന്നാണ് പോകുന്നത്. സ്കൂളിൽ ഇടകലർന്ന് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ മലപ്പുറത്തെ ജീപ്പിൽ ഇവർ ഇടകലർന്നിരിക്കുന്നു. അതല്ലോ, അത് സംസ്കാരമാണ്. അപ്പൊ അങ്ങനെ പല സംസ്കാരങ്ങളിൽ പെട്ടിട്ടുള്ളവരാണ് നമ്മൾ മുസ്ലിങ്ങൾ തന്നെ. അപ്പൊ അതേമാതിരി തന്നെ കേരളത്തിൽ പല സംസ്കാരമുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു വിഭിന്നത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് സവർണ മേധാവിത്വമുള്ള തിരുക്കൊച്ചിയാണ്. അവിടെ സവർണരാണ് കൂടുതൽ. അവിടെ ബ്രിട്ടീഷ് രാജ്യമല്ല ഉണ്ടായിരുന്നത്. അവിടെ തിരുക്കൊച്ചിയിൽ കൊച്ചി മഹാരാജാവാണ് ഭരിച്ചിരുന്നത്. തിരുവാങ്കൂർ മഹാരാജാവാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഭരണസാരഥ്യം വേറെ രീതിയിലായിരുന്നു. മലബാറിൽ വേറെ രീതിയിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഭാഗമായിരുന്നു. ഏറെ വർഷം ഇവർക്ക് മനോരമ പത്രമടക്കം, പത്രക്കാരുണ്ടോന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ദേശീയ പത്രം എന്ന് മാതൃഭൂമിയെ വിളിക്കുന്നവർ, അവർ സ്വന്തം വിളിക്കുന്നത് ഞങ്ങൾ ദേശീയ പത്രം. അന്ന് ഒരു കാലത്ത് ഈ പത്രം ബ്രിട്ടീഷുകാരെ തുണച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് മാതൃഭൂമി അടിക്കടി പറയുന്നത് ഞങ്ങൾ ദേശീയ പത്രമാണ്. അപ്പൊ ബ്രിട്ടീഷുകാരെ തുണച്ചിരുന്നു തിരുക്കൊച്ചിയിൽ ഒരു കാലത്ത്. അതേസമയം 1921 എന്നുള്ളവർ അങ്ങനെ ഒരു രേഖയില്ല. അതിനു മുമ്പും റിപ്പീറ്റഡ് പെസന്റ് റിവോൾട്ട്സ് നടന്നിട്ടുണ്ട് ബൈ ദി മോപ്ലാസ് അഗെയിൻസ്റ്റ് വേരിയസ് റൂളേഴ്സ്, ബ്രിട്ടീഷ് അല്ലാത്തവരെ. അതിലൊന്നും അറിയപ്പെടുന്ന കാര്യപ്പെട്ടിട്ടുള്ള ഒരു മലബാർ ലഹളയാണ് ഈ നമ്മളെല്ലാം അറിയുന്ന ലഹള. അതിന് മുമ്പും അനവധി മലബാർ ലഹളകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ഈഴവരും. അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ എവിടെയാണത് വന്നത്? ഒന്ന് തെലുങ്കാനയിൽ, ഒന്ന് ബീഹാറിൽ ഗംഗയുടെ തീരത്ത്, ഒന്ന് വെസ്റ്റ് ബംഗാളിൽ, ഒന്ന് കേരളത്തിലെ മലബാറിൽ. പാർട്ടി പറയാനുള്ള. അപ്പൊ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ സംഘടിച്ചതാണ് ആ കണ്ടത്. ഇവരെല്ലാവരും കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിച്ചു ഖിലാഫത്ത് കാലത്ത്. പല KPC കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ KPCC ഭാരവാഹികളായിരുന്നു. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളോട് ഇരിക്കുന്നത് അവർ മനസ്സിലാക്കാൻ പറയുന്നത്. AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളാണ് ആയിരുന്നു മലബാറിൽ. അവർ മാറിയിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. അപ്പോ ഒരു വിപ്ലവത്തിന്റെ വലിയൊരു അംശം ഇവിടെയുണ്ട്. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പോപ്പുലേഷൻ, എന്റെ കണക്ക് എനിക്ക് അവിടെ കറക്റ്റ് ശരിയാണെന്ന്, 88% പിന്നോക്ക സമുദായങ്ങളാണ് മലബാറിൽ. അപ്പൊ അതിന്റെ അർത്ഥം മുന്നോക്ക സമുദായങ്ങൾക്ക് മുൻതൂക്കമുണ്ട് തെക്ക് കേരളയിൽ നിന്നുള്ളതാണ്. അപ്പൊ അവരുടെ വീക്ഷണങ്ങൾ വ്യത്യാസമുണ്ട്, അവരുടെ ചിന്താഗതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മെറിറ്റോക്രസി എന്നൊരു വാക്കോടെ വരുന്നത്. അവരെപ്പോഴും പറഞ്ഞു മെറിറ്റ് പ്രകാരം പാടുള്ളൂ, സംവരണം പാടില്ല, സംവരണത്തിൽ ക്രീമി ലെയർ വേണം. ഇതൊക്കെ അവരുടെ വാദങ്ങളാണ്. ഇവിടുത്തെ ആരും അത് വാദിക്കുന്നില്ല. ഇത് വാദിക്കുന്നത് NSS ആണ്, ഇത് വാദിക്കുന്നത് കത്തോലിക്ക സഭയാണ്. കാരണം അവിടെ അവരുടെ പ്രമാണിത്വം, ഉദാഹരണം തന്നെ PSCയുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ 12% ഉള്ള മുസ്ലിം സമുദായത്തിന് PSCയിൽ 11% ഉള്ളൂ. അതിൽ കൂടുതലും ഈ മലബാറുകാരാണ്.
12% സംവരണമുള്ളിടത്ത് സച്ചാർ കമ്മീഷൻ പറയുന്നത് 11% മുസ്ലിം ഉള്ളൂ എന്നാണ്. അതാണ് നരേന്ദ്രൻ കമ്മീഷന്റെ ബാക്ക്ലോഗ്. അതാണ് നേരത്തെ ഷെയ്ഖ് സാഹിബ് വളരെ വികാരം കൂടിയിട്ട് സംസാരിച്ചു തുടങ്ങി. നമുക്കും വികാരം കുറച്ച് സംസാരിക്കണം. പക്ഷേ ആ ബ്യൂറോക്രസിയെ പറ്റി അദ്ദേഹം പറഞ്ഞു. ആ ബ്യൂറോക്രസി ഒരു തിരുകൊച്ചി ബ്യൂറോക്രസി തന്നെയാണ്. ആ ബ്യൂറോക്രസി തിരുകൊച്ചി ബ്യൂറോക്രസിയാണ്. അവർ മലബാറിനോടുള്ള വലിയ അവഹേളനയും അവഗണനയും ഇന്നും നടക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും അത് നടക്കുന്നുണ്ട്. അപ്പോ ഞാൻ ആ അവഹേളനങ്ങളോട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു പ്രതിവിധിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഈ പ്രശ്നം പല സംസ്ഥാനങ്ങളിലുണ്ട്. അതായത് ഏറ്റവും നല്ല ഇതിന് പാരലായിട്ടുള്ള ഉദാഹരണം എടുക്കാവുന്ന നമുക്ക് തെലങ്കാനയാണ്. ആന്ധ്രാപ്രദേശിലും ഇതേമാതിരി കറക്റ്റാണ്. കോസ്റ്റൽ ആന്ധ്ര, റായൽസീമ, തെലങ്കാന എന്ന് പറയുമ്പോൾ കൊച്ചി, തിരുവാങ്കൂർ ഇതുമായിട്ട്. കോസ്റ്റൽ ആന്ധ്ര എന്ന് പറഞ്ഞാൽ സവർണ മേധാവിത്വമുള്ള സ്ഥലമാണ്. തെലങ്കാന എന്ന് പറയുമ്പോൾ അവിടെ 2 വിഭാഗം ആൾക്കാരുള്ളൂ, പിന്നോക്ക സമുദായങ്ങളും മുസ്ലിമുകളും. ഇതേ സിറ്റുവേഷൻ തന്നെ. ഹൈദരാബാദ് സിറ്റി വരുന്നത് തെലങ്കാനയിലാണ്. ഇതേ സെയിം അതേമാതിരി തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നതും തെലങ്കാനയിലാണ്. അപ്പൊ തെലങ്കാനയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അവരും തെലുങ്ക് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. തെലുങ്ക് സംസാരിക്കുന്ന തെലങ്കാനക്കാർ ഉറുദു സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്നുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഇതിവരെ 2ാമത്തെ സമരമാണ്. ഇതിനു മുമ്പ് 70കളിൽ തെലങ്കാന ഉപജാത സമിതി എന്ന പേരിൽ ഡോക്ടർ ചെന്ന റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നോടെ. അതിനെ തുടർന്ന് വിശാല ആന്ധ്ര സമരം നടന്നു. എന്നിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് ഒരു ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫോർമുല എന്താണ്? അതാണ് പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമുള്ള മുൽക്കി റൂൾസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഈ മുൽക്കി റൂൾസ് എന്ന് പറഞ്ഞാൽ? ഞാൻ കമറുദ്ദീൻ സാഹിബിനോട് പറഞ്ഞു, അദ്ദേഹം 10 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുമെന്ന് പറയും. 12 കൊല്ലമായാൽ മുൽക്കിയായി. അതാണ് തെലങ്കാന ഫോർമുല. 12 കൊല്ലം ഒരു ആന്ധ്രക്കാരൻ പോയിട്ട് തെലങ്കാനയിൽ ജീവിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടുത്തെ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ സീറ്റ് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 85% ഓഫ് ഓൾ ദ ജോബ്സ്, 85% ഓഫ് ഓൾ ദ സീറ്റ്സ് ഇൻ ദ എഞ്ചിനീയറിംഗ് ഇൻ all levels ഈസ് റിസർവ്ഡ് ഫോർ ദ ലോക്കൽസ്. ഇത് പറയാനുള്ള കാരണമുണ്ട്. ഞാനിപ്പോ വലിയ ദുഃഖിതനാണ്, ഞാൻ ക്ഷീണിതനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഇടക്കിടക്ക് മാധ്യമം കുത്തൊക്കെ ചെയ്യെങ്കിലും കുഴപ്പമില്ല. സംഭവം പറഞ്ഞാൽ എന്താണ്? 50-50 ഞാൻ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. 50% സീറ്റില് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് സെക്രട്ടറി സുബൈറിന്റെ മോനും കിട്ടിയല്ലോ. നമ്മളെ വിമർശിക്കാനുണ്ടെങ്കിലും ഇതൊക്കെ കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം എന്താ നടക്കണമെന്ന് പറഞ്ഞാരാ അത് മനസ്സിലാക്കണം ഷെയ്ഖ് സാഹിബ്. സൗത്ത് കേരളയിലെ സവർണ കോളേജുകൾ ഒരൊറ്റ സീറ്റും കൊടുത്തിട്ടില്ല. 100 സീറ്റ് അവരെടുത്തു സ്വയാശ്രയിൽ. മനസ്സിലാക്കണത്. അതേസമയം കംപ്ലീറ്റ് സീറ്റ് കൊടുത്തത് വടക്ക് കേരളയിലുള്ള പിന്നോക്ക സമുദായങ്ങൾ നടത്തുന്ന കോളേജുകളാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം നടത്തുന്നത്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പഠിച്ചപ്പോ 50% നമ്മൾ കൊടുത്തതിൽ 75% തെക്കുന്നുള്ളവരാണ് പഠിക്കുന്നത്. പിന്നെന്താ കാര്യമുള്ളത്? അതുകൊണ്ട് അടുത്തല്ല ഞാനത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 75% മുതലേ സൗത്ത് കേരളയിൽ നിന്നുള്ള മിടുക്കരായിട്ടുള്ള മുസ്ലിങ്ങളടക്കമുള്ള എന്റെ ബന്ധുക്കളടക്കമുള്ളവരാണ് വന്ന് പഠിക്കുന്നത്. എനിക്ക് സൗത്ത് കേരളത്തിൽ ബന്ധുക്കളുണ്ടല്ലോ, അവരാ പഠിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഈ സീറ്റ് കൊടുത്തു? നമുക്ക് കിട്ടണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷന്റെ കോട്ടയാണ് നമുക്ക് കിട്ടും. പിന്നെ 10% മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ജനറൽ സീറ്റ് മുഴുവനും കിട്ടുന്നത് സൗത്ത് കേരളയിലുള്ള കുട്ടികൾക്കാണ്. നമ്മൾ അവർ മിടുക്കരല്ല എന്ന് പറയുന്നില്ല. പ്രശ്നം റിസർവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം റിസർവേഷൻ? പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ടു അപ്ലിഫ്റ്റ് ദ ഡൗൺ റോഡ്. അതാണ്. അപ്പൊ ഇത് നടക്കുന്നില്ല. നമ്മുടെ പണം കൊണ്ടുണ്ടാക്കിയ കോളേജിൽ വരെ ഇപ്പൊ അവരെ പഠിപ്പിക്കുകയാണ്. ഞാൻ 3 ദിവസം മുമ്പ് ശ്രീ പിണറായി വിജയനെ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മൂപ്പരടുത്ത് വഖഫ് ബോർഡും മറ്റ് കമ്മിറ്റിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി? അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഞാൻ മൂപ്പർ വിചാരിച്ചു അതെങ്ങാനും സംസാരിക്കുമ്പോൾ വഖഫ് കമ്മിറ്റിയുടെ നാളെ പൊട്ടും പടി. മനസ്സിലായില്ലേ? കാരണം കുറെ ആൾക്കാർ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ തന്നെ പരാതികൾ വന്നിട്ടുണ്ട്. മൂപ്പരകത്ത് കയറിയിട്ടുണ്ട്. ഷെയ്ഖ് സാഹിബ് അല്ല, ജമാഅത്തെ ഇസ്ലാമി അകത്ത് കയറിയിട്ടുണ്ട്. PDP അകത്ത് കയറി. ഗപ്പൂർ ഹാപ്പി ആയിക്കോട്ടെ. വേറെ ചിലരൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് വലിയ ബഹളം നടക്കാൻ പോണം. അപ്പൊ ഞാനതിനല്ല വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പരാതിയായിട്ടാണ് വരുന്നത്. എന്താണ് പരാതി? ഒരു കൂട്ടം ആൾക്കാർ 100 സീറ്റ് എടുക്കുന്നു, ആയിക്കോട്ടെ. പിന്നീട് നമ്മുടെ 50-ലും അവർ തന്നെ വരുന്നു. അപ്പൊ നമ്മുടെ 50-ൽ എന്താ വെച്ചാൽ ചെറിയ ഫീസിനാണ് വരുന്നത്, ചെറിയ ഫീസിന് വരും. അതിന് പുറമെ നിങ്ങളുടെ വക മുന്നോക്ക സമുദായ സംവരണം. എന്ത് തോന്നിയാസം അത്? മുന്നോക്ക സമുദായ സംവരണം. അതിന്റെ അർത്ഥം തിരുകൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ അടിച്ചു കയറുന്നു വീണ്ടും. ഇവിടെ ഏത് മുന്നോക്ക സമുദായം ഉള്ളത്? ഇവിടെ ആകെയുള്ളവരെ കേരള കോൺഗ്രസ്സുകാരൊക്കെ അതൊക്കെ വെച്ചു അധികം പേരും സീനിയേഴ്സൊക്കെ. ഇവിടെ ആരെയും കാണുന്നില്ല മുന്നോക്കക്കാരെ.
ഉണ്ടോ? ഇവിടെ മുന്നോക്കക്കാരുണ്ട് ഈ മലബാറിൽ വളരെ കുറച്ച്. അപ്പൊ അവർക്കല്ല കിട്ടുന്നത്. അപ്പൊ ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് ഇത് മുഴുവൻ കിട്ടുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസ രംഗത്ത്, സ്വയാശ്രയ രംഗത്ത് പോലും നമ്മൾ ചെയ്ത വിട്ടുവീഴ്ചയുടെ മെച്ചം കിട്ടാൻ പോകുന്നത് മുഴുവനും തെക്കുന്നുള്ള ആൾക്കാർക്ക്. ഞാൻ ജാതി മതം പറയുന്നില്ല, പക്ഷേ ഇതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇരട്ടി ഫീസ് കൊടുക്കണം. അതിന് 4 ഇരട്ടി ഫീസ് കൊടുക്കണം മാനേജ്മെന്റ്. അവരെന്നിട്ട് ഇവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. ഞാൻ പറയാം, പിണറായിനോട് ഇത് ശരിയല്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണം. കാരണം ഇത് വളരെ തെറ്റായിട്ടുള്ള നടപടിയായിട്ട് നടക്കുന്നത്. ഷേഖ് സാഹിബിന് പറഞ്ഞാൽ ശരിയല്ലേ? അതായത് കംപ്ലീറ്റ് കത്തോലിക്ക കോളേജുകൾ സൗത്ത് കേരളയിലാണ്. അവിടെ മുഴുവനും 100 സീറ്റ് എടുക്കുകയാണ്. ഇവിടെ തിരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഒരു ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ പറയാത്തൊരു പോയിന്റ്. ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞാണല്ലോ, രാവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വന്നതാണോ ഇങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിനോട് കൂടുതൽ കടക്കുന്നില്ല. നമുക്കിവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമില്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് ഇവിടെ ഒരു രക്ഷയില്ല എന്നുള്ളത്. സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മലബാറുകാരനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ല, അവിടെ ഇല്ല. ഇനിയിപ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടാൽ തന്നെ ഉറപ്പാണ് അവൻ ഞങ്ങളുടെ നാട്ടുകാരനായിരിക്കും, സൗത്ത് നിന്നുള്ളതായിരിക്കും. ശരിയല്ലേ? അപ്പോ എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ തെലങ്കാനയിലോട്ട് വരികയാണ്. തെലങ്കാനയിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. കോസ്റ്റൽ ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാർ അടിച്ചു കയറി ഹൈദരാബാദ് സിറ്റി കൈയടക്കി. മുഖ്യമന്ത്രിമാർ മുഴുവനും അവിടെ നിന്നായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ തെലങ്കാന എന്നുള്ള ഈ ആശയം ഉയർന്നു വരികയും അവിടെ ജാതി മതഭേദമന്യേ ചേർന്നുകൊണ്ടുള്ള പോരാട്ടം 1973 ആരംഭിക്കും. ഇപ്പോഴും ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിൽ നേരത്തെ ഷെയ്ഖ് സാഹിബ് പറഞ്ഞാൽ ഇതിനൊരു മുസ്ലിം ഇഷ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നിർഭാഗ്യവശാൽ കൂടുതൽ മുസ്ലിങ്ങൾ അഫക്റ്റഡ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മുസ്ലിം അല്ല, ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ളത്. അവരാണ് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ളത്. തെലങ്കാനയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഫോർമുല കൊണ്ടുവന്നു, 85-15 എന്നൊരു ഫോർമുല വെച്ചുകൊണ്ട്. പിന്നെ ബഡ്ജറ്റിൽ അലക്കേഷൻ, ബഡ്ജറ്റിൽ ഇത്ര ശതമാനം ഇതിനനുസരിച്ചിട്ട് ജനപ്രാതിനിധ്യം ജനസംഖ്യ അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്ററി അലക്കേഷൻ. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഒരു വലിയ തമാശ ഉണ്ട്. എല്ലാ മാപ്പിളമാരും കൊച്ചിക്ക് പോയിരിക്കണം. എന്താണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൊച്ചിയിലാണുള്ളത് മുഴുവൻ നടക്കുന്നത്. അവിടെ വയലും നികത്തും, കായലും നികത്തും, പുഴയും നികത്തും, കടലും നികത്തും. അവിടെ എന്തും നടക്കും, ഇവിടെ ഒന്നും നടക്കൂല. കാരണം ഇവിടെ സഹാക്കളുണ്ട്, അല്ലെങ്കിൽ സോളിഡാരിറ്റി ഉണ്ട്, ഇടപെടാനായിട്ട്. അവിടെ ഇതൊന്നുമില്ല. അവിടെ മുസ്ലിങ്ങൾ മുഴുവൻ പോയി കൂടിയിരിക്കുന്നത് ഈ ബിസിനസ്. അപ്പൊ കൊച്ചി മാത്രം ഡെവലപ്പ് ചെയ്താൽ മതിയോ? ഇന്നിപ്പോ നടക്കുന്നതാണ് ഡെവലപ്മെന്റ് മുഴുവൻ. നമ്മൾ തിരുവാങ്കൂർ കൊച്ചി ഞാൻ പറഞ്ഞില്ല, കൊച്ചിയിലെ ഡെവലപ്മെന്റ് ഉള്ളൂ. എല്ലാ കാര്യവും ഡെവലപ്മെന്റും കൊച്ചിയിലാണ് നടക്കുന്നത്. അപ്പോ ഈ ഡെവലപ്മെന്റുകളിലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം. അവരെ ഞാൻ സവർണ വിഭാഗം എന്ന് വിളിക്കുന്നു. അവർ തിരുകൊച്ചിയിലാണ് കൂടുതലുള്ളത്. അവർക്കാണ് ഇതിന്റെ എല്ലാ മെച്ചങ്ങൾ കിട്ടുന്നുണ്ട്. ആ മെച്ചങ്ങൾ കിട്ടുന്നതിനുള്ള ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലുള്ളതാണ്. കാരണം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ വിദർഭ സമരം വരുന്നുണ്ട്. വിദർഭ സമരം, ജാർഖണ്ഡ് സമരം. എത്ര വർഷം ഇവർ പിടിച്ചു നിന്നു ജാർഖണ്ഡിനെതിരായിട്ട്? ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഹോക്കി ക്യാപ്റ്റനായിരുന്ന ജസ്പാൽ സിംഗ് 50കളിൽ തുടങ്ങിയ സമരമാണ്. അന്ന് ഇന്ത്യൻ ഒളിമ്പ്യൻ ഹോക്കി പ്ലെയറാണ് അദ്ദേഹം ജാർഖണ്ഡ്കാരനാണ്. ജാർഖണ്ഡ് യുദ്ധത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മിർസ മുണ്ടയുടെ പേരിൽ ഒരു എയർപോർട്ടിന് പേരിടണമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം ഇവർ അനുവദിച്ചില്ല. അവസാനം ജാർഖണ്ഡ് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിയപ്പോഴാണ് ഇതൊക്കെ അനുവദിച്ചു കിട്ടി. ഇന്ന് ജാർഖണ്ഡ് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ട്രൈബൽ സ്റ്റേറ്റാണ്. അപ്പൊ ജാർഖണ്ഡ് വന്നു, ഉത്തരാഞ്ചൽ വന്നു, അതേമാതിരി അനേകം സംസ്ഥാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ ആ കൂട്ടത്തിൽ നമ്മുടെ കേസ്, മലബാറിന്റെ കേസ് എന്തുകൊണ്ട് വേറെയായി കണ്ടുകൂടാ? ഞാൻ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു വാക്യം ഉപയോഗിക്കുന്ന കേസ് ഫോർ ഓട്ടോണോമസ് സെറ്റപ്പ് എന്ന് പറയും. ഞാൻ മുഹമ്മദ് അലി ജിന്ന 1940 ലാഹോർ റെസൊല്യൂഷൻ പാസ്സാക്കിയപ്പോൾ എടുത്ത അതേ ഡബിൾ ടങ്ങാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ശരി, അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് റെസൊല്യൂഷൻ? ദാറ്റ് ഇസ് ലാഹോർ റെസൊല്യൂഷൻ, നോട്ട് പാകിസ്ഥാൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ മാതിരി അതിന് ഒരു ഇത് വേണം. അപ്പൊ ഫൈനാൻഷ്യൽ ഔട്ട്ലേയിൽ വേണം, എംപ്ലോയ്മെന്റിൽ വേണം, എഡ്യൂക്കേഷനിൽ വേണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു തുല്യത നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പരിഹാരവും ഈ പ്രശ്നത്തിനുണ്ടാവാൻ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഷയുടെ കാര്യം തന്നെ പറഞ്ഞു. ഭാഷ മാറ്റുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഭാഷയാണ്. ഇവിടുത്തെ ഭാഷയൊക്കെ പതുക്കെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയാം. ഭാഷ മലയാള ഭാഷ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഉറുദു വാക്കുകൾ എടുത്തു മാറ്റിയ മാതിരി തന്നെ ഇവിടുത്തെ ഭാഷയിലെ വാക്കുകൾ എടുത്തു മാറ്റിയാണ്. ഇതേ സംഭവം തന്നെ തെലുങ്കാനയിൽ നടന്നിട്ടുള്ളത്. തെലുങ്കാനയിൽ അനവധി ഉറുദു വാക്കുകൾ, ഫോർ എക്സാമ്പിൾ മന കിതാബ് ഇവണ്ടി എന്നാണ്, അത് എൻ്റെ പുസ്തകം തരാന്ന് പറഞ്ഞത്. കിതാബു എന്ന് വെച്ചാൽ അതേ കിതാബ് തന്നെ, നമ്മുടെ കിതാബ് തന്നെ തെലുങ്കിലുള്ളത്, അതെടുത്ത് മാറ്റിയിട്ട് പുസ്തകമാക്കി. അപ്പൊ അതേമാതിരി ഭാഷയിലടക്കമുള്ള ഭാഷാപരമായിട്ട് സാംസ്കാരികമായിട്ട് ഒക്കെ ഉള്ള അധിനിവേശം ഇവിടെ ഉണ്ട്. ആ ദ്രാവിഡ ഭാഷ, ആര്യ ദ്രാവിഡ വിഷയത്തെ പറ്റി പറഞ്ഞു, ദ്രാവിഡ ഭാഷ, ആ ഭാഷ മാറിക്കൊണ്ട് ആര്യ ഭാഷ, സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഭാഷയാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സംസ്കാരം ഇത് വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അവസാനം തമാശയിൽ ഒരു രാഷ്ട്രീയ വശം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, നമുക്കൊരു തെലുങ്കാനമാരി ഇവിടെ ഒരു സംസ്ഥാനം വരികയും ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് ഞാനും ഒക്കെ മന്ത്രിമാരാവുകയൊക്കെ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ. കമറുദ്ദീൻ നമുക്ക് എന്തെങ്കിലും ഒരു സെക്രട്ടറി ആക്കുകയും ചെയ്യാം. പക്ഷെ പിന്നീട് ആലോചിച്ചത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം കാലാകാലം ഉണ്ടാവും ഇവിടെ മലബാർ സംസ്ഥാനം വന്നാൽ. കാരണം ഇവിടുത്തെ മലപ്പുറം ജില്ലയോട് അല്ലാത്ത എല്ലാ സ്ഥലവും ഒരു ചെങ്കടലാണ്. അതുകൊണ്ട് മലബാറിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ, മലബാർ സംസ്ഥാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഇത് ഒരു ആൽബേനിയയോ അല്ലെങ്കിൽ ഇത് ഒരു റുമേനിയായിട്ടൊക്കെ മാറും. കാരണം സഖാവ് പിണറായിയും സഖാവ് പാലോളിയും ഒക്കെ പെർമനന്റ് വിക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹാദരണീയനായ യോഗാധ്യക്ഷൻ, വിവിധ സംഘടനകളുടെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, സദസ്സിൽ പുരുഷരായിരിക്കുന്ന യൗവനത്തെ പോരാട്ടത്തിൻ്റെ വേദിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രതിജ്ഞയെടുത്ത കേരളത്തിൻ്റെ യുവത്വത്തിൽ പുതിയ ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ, നമ്മുടെ മലബാറിലെയും കേരളത്തിലെയും സഹൃദയരായ ശ്രോതാക്കളെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കണക്കുകൾ ഇനി നിങ്ങളുടെ മുമ്പിൽ പ്രസക്തമല്ല. നിങ്ങളുടെ എന്നല്ല, ഭരണാധികാരികളുടെ മുമ്പിലും കണക്കുകൾ വെച്ചുകൊണ്ട് ഇനി ഈ വിഷയം അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്ന തരത്തിലേക്ക് കണക്കുകളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് തന്നെ PDPയും സോളിഡാരിറ്റിയും മലബാറിൽ ഉൾപ്പെടെ കേരളത്തിലെ പുതിയ ഉണർവുകളുടെ ഭാഗമായി, രാജ്യത്തെ പുതിയ ഉണർവുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളുമൊക്കെ നിരന്തരമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും പല കാര്യത്തിലും എന്ന പോലെ നമ്മുടെ രാഷ്ട്രീയക്കാരിലെ ചില ആളുകൾക്ക്, അവരാണല്ലോ അധികാരികൾ, ആ അധികാരം ഭാഗമാകണം, അധികാരത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളതും ആ അധികാരം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു അജണ്ടയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആള് എന്നുള്ള നിലക്കും ഈ ഭരണാധികാരികളായ രാഷ്ട്രീയക്കാർ പലതും വിസ്മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് 1.5 മാസം മുമ്പ്, 2 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ടൗൺ ഹാളിൽ മലബാറിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലബാറിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MSS ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. MESന്റെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് പിന്നെ കേരളത്തിലെ എല്ലാ സംഘടനകളുടെയും പ്രമുഖരായ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? ആ മീറ്റിംഗിന്റെ സ്വഭാവം കണ്ടാൽ അറിയാം മലബാറിന്റെ പ്രശ്നം എന്തെന്ന്. മലബാറിലെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന, ഇപ്പോഴങ്ങനെ ഒരു അവകാശവാദത്തിന് സ്ഥാനമില്ലാത്ത പ്രസ്ഥാനത്തിന്റെ നേതാവ് ആമുഖമായി തന്നെ പറഞ്ഞു. അതിവിടെ വന്ന് പറഞ്ഞത് വിഷയങ്ങൾ അവതരിപ്പിച്ച് ആ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്നുള്ള നിലക്കാണ് എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല. അത് ഞാൻ ഇന്ന് അതേ പ്രസ്ഥാനത്തിന്റെയും മറ്റ് സംഘടനകളുടെയും ആളുകളുടെ സാന്നിധ്യത്തിൽ ഓർമ്മപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. കാരണം
കേരളത്തിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഐക്യ കേരള പിറവിക്ക് ശേഷം 57 സർക്കാർ മുതൽ 2006 സർക്കാർ വരെയും ഇപ്പോഴത്തെ LDF സർക്കാർ വരെയും 51 വർഷത്തിനിടയ്ക്ക് 25 കാലത്തോളം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരായിരുന്നു? വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ഇവിടെ ഇരിക്കുന്ന ബഹുമാനനായ ET സാഹിബിന്റെ പ്രസ്ഥാനമായിരുന്നു അതിൽ പ്രമുഖമായ. ഈ 23 വർഷക്കാലത്തിലധികം വിദ്യാഭ്യാസ വ്യവസായ വകുപ്പുകൾ മാറി മാറി പല ഘട്ടങ്ങളിലായി കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗായിരുന്നു എന്നുള്ളത് അവിതർക്കിതമായൊരു കാര്യമാണ്. ഇത് ഒരു പ്രശ്നാധിഷ്ഠിത സഹകരണം ഇപ്പോൾ LDFുമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള രാഷ്ട്രീയമായ കേവല രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒരു വിമർശനമല്ല. ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, നേരത്തെ MESയുടെ ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മലപ്പുറം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മലബാറിലെ ഭൂരിപക്ഷ ജില്ലകളും ചെങ്കടലാണ്. ശേഷിക്കുന്ന 51 വർഷക്കാലത്തിലെ 28 വർഷക്കാലത്തോളം ആരാണ് കേരളം ഭരിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെയുള്ളവരാണ്. ഇവരാരും എന്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നുള്ള വിഷയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായ ക്ഷമാപണത്തിന് തയ്യാറാകുന്നില്ല? പുതിയ അജണ്ടകളിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ അവരെ വർഗീയവാദികളെന്നും ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുതയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിഷയങ്ങളെ കണക്കുകൾ സഹിതം റിപ്പോർട്ടുകൾ സഹിതം ഇത് PDPയോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ NDFോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ ഉണർവുകളുടെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളോ ഒന്നും എവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ശൂന്യതയിൽ നിന്നുള്ള കണക്കല്ലല്ലോ. യാഥാർത്ഥ്യം ഗവൺമെന്റ് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആ ഉത്തരവാദികൾക്ക് ഇന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നു.